നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ഉണ്ണി മുകുന്ദനെ മലയാള സിനിമയിൽ നിന്നും പുറത്താക്കാൻ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുവെന്ന് താരം വെളിപ്പെടുത്തുകയുണ്ടായി. തൻ്റെ മാനേജറായിരുന്ന വിപിൻ കുമാറിനെ ആക്രമിച്ചുവെന്ന കേസിൽ 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഉണ്ണി മുകുന്ദനെതിരെ കാക്കനാട് ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇട്ടത്. വിപിൻ കുമാറിൻ്റെ ഫ്ളാറ്റിന് താഴെ എത്തി അദ്ദേഹത്തെ വിളിച്ചിറക്കി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് FIR-ൽ ഉള്ളതത്രേ. വിപിൻ കുമാർ ഇദ്ദേഹത്തിനെതിരെ പരാതി നൽകിയതിനെ തുടർന്നാണ് പോലീസ് കേസെടുത്തതെന്നാണ് നമുക്ക് ലഭിച്ച വിവരം. ഏതായാലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഉണ്ണി മുകുന്ദൻ ഒരു മാധ്യമ സമ്മേളനം വിളിച്ചുകൂട്ടിയിരുന്നു. ആ മാധ്യമ സമ്മേളനത്തിലാണ്, പത്രസമ്മേളനത്തിലാണ് മലയാള സിനിമയിൽ തനിക്കെതിരെ ഒരു വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവർ തന്നെ സിനിമയിൽ നിന്നും ഔട്ടാക്കാൻ ശ്രമിക്കുകയാണെന്നും താൻ അതിനെയെല്ലാം പ്രതിരോധിച്ച് നിൽക്കുകയാണെന്നും ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്. ആരാണ് ഉണ്ണി മുകുന്ദനെ മലയാള സിനിമയിൽ നിന്നും മലയാള സിനിമാ ലോകത്തു നിന്നും പുറത്താക്കാൻ യത്നിക്കുന്നത്? ആരാണെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞില്ല. എന്നാൽ മല്ലു സിംഗ് മുതൽ ഇങ്ങോട്ട് തൻ്റെ സിനിമയിലെ പ്രോഗ്രസ് അല്ലെങ്കിൽ ഗ്രാഫ് ഉയരുന്നത് ചിലർക്ക് അസൂയയുണ്ടാക്കി എന്ന സൂചനയാണ് ഉണ്ണി മുകുന്ദൻ നൽകുന്നത്. അതുമാത്രമല്ല, തനിക്കെതിരെ പ്രവർത്തിക്കുന്ന ചില രാഷ്ട്രീയവും ഇക്കാര്യത്തിലുണ്ടെന്നാണ് ഉണ്ണി മുകുന്ദൻ്റെ പക്ഷം. പ്രത്യേകിച്ച് മേപ്പിടിയാൻ, മാളികപ്പുറം പോലെയുള്ള സിനിമകളുടെ വൻ വിജയം തന്നെ മലയാള സിനിമയിൽ ഒരു പ്രമുഖ താരമാക്കി മാറ്റിയത് ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവർ അത് രാഷ്ട്രീയമായിട്ട് തൻ്റെ നിലപാടുകളെ വിമർശിക്കുകയും താൻ ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന് അല്ലെങ്കിൽ പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രതിനിധിയായി തന്നെ സമൂഹ മധ്യത്തിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയാണെന്നുള്ള പരാതി ഉണ്ണി മുകുന്ദന് നേരത്തെ തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴും തനിക്കെതിരെ ആക്രമണങ്ങൾ നടക്കുന്നതെന്നാണ് താരം പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം DGP-ക്കും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും അതിനെക്കുറിച്ച് പരാതി നൽകിയിട്ടുണ്ട്. പലപ്പോഴും തന്നെ വിളിച്ച് ഭീഷണി വരും, വധഭീഷണി പോലും തനിക്കെതിരെ ഉണ്ടായെന്നാണ് ഉണ്ണി മുകുന്ദൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. തനിക്കെതിരെ നിൽക്കുന്ന ലോബി നിരന്തരം തന്നെ മലയാള സിനിമയിൽ നിന്നും പുറത്താക്കാൻ കളിക്കുകയാണ്. എന്നാൽ താൻ ഒരിക്കലും പുറത്താകുകയില്ല. കാരണം തനിക്കൊരു ഗോഡ് ഫാദർ ഒന്നുമില്ല, അല്ലെങ്കിൽ ആരുടെയും സഹായം കൊണ്ടല്ല താൻ എങ്ങനെ സിനിമാ ലോകത്ത് വളർന്നു വന്നത്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് താൻ ഒരു മേൽവിലാസം ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് അങ്ങനെയൊന്നും മലയാള സിനിമയിൽ നിന്നും താൻ പുറത്താകില്ല എന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്. വിപിൻ കുമാർ എന്നയാൾ ചിലരുടെ കയ്യിലെ ആയുധമായി തനിക്കെതിരെ പ്രവർത്തിക്കുകയാണെന്നും താൻ അയാളെ ആക്രമിച്ചിട്ടില്ലെന്നും വാക്കുതർക്കമുണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂളിംഗ് ഗ്ലാസ് തട്ടിക്കളയുക മാത്രമാണ് ചെയ്തതെന്നുമാണ് താരം പറയുന്നത്. ടൊവിനോ തോമസിൻ്റെ നരിവേട്ട എന്ന സിനിമയെക്കുറിച്ച് അനുകൂലമായി അല്ലെങ്കിൽ ആ സിനിമയ്ക്ക് പ്രയോജനമുണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് മാനേജറായിരുന്ന വിപിൻ കുമാർ ഇട്ടു. അതിൻ്റെ പ്രതികാരമായാണ് അല്ലെങ്കിൽ അതിൽ രോഷം കൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ തന്നെ കയ്യേറ്റം ചെയ്തെന്നാണ് വിപിൻ കുമാർ പറയുന്നത്. എന്നാൽ ടൊവിനോ തോമസ് തൻ്റെ അടുത്ത സുഹൃത്താണെന്നും താൻ ഒരിക്കലും ടൊവിനോയെ പ്രകീർത്തിക്കുന്ന അല്ലെങ്കിൽ ടൊവിനോയെക്കുറിച്ച് നല്ല വാക്കെഴുതുന്ന ആളെ ആക്രമിക്കില്ലെന്നുമാണ് ഉണ്ണി മുകുന്ദൻ പറയുന്നത്. പക്ഷേ മലയാള സിനിമയിൽ ഒരു വിഭാഗം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് ഉണ്ണി മുകുന്ദൻ അടിവരയിട്ട് പറയുന്നുണ്ട്. അത് ആരാണെന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയില്ലെങ്കിലും ചില ശക്തികൾ അവർ തന്നെ ചില മതത്തിൻ്റെയും ചില രാഷ്ട്രീയത്തിൻ്റെയും കള്ളികളിൽ ഉൾപ്പെടുത്തി താൻ ആ വിഭാഗത്തിൻ്റെ ആളാണെന്ന് പ്രചരിപ്പിച്ച് തന്നെ ഈ സിനിമയിൽ ഒതുക്കി മൂലക്കിരുത്താൻ ശ്രമിക്കുന്നുവെന്നാണ് താരം പറയുന്നത്. വരും ദിവസങ്ങളിൽ താൻ അതിനെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ പറയുമെന്നും അദ്ദേഹം ഇന്നത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഉണ്ണി മുകുന്ദൻ വളരെ കൃത്യമായ ചില കണക്കുകൂട്ടലുകളോടെയാണ് ഇന്ന് മാധ്യമ സമ്മേളനം നടത്തിയത്. അദ്ദേഹം കൃത്യമായ ചില കാര്യങ്ങൾ പറഞ്ഞു. തന്നെ ഒതുക്കാൻ ചിലർ യത്നിക്കുന്നു, അതിനെതിരെ ശക്തമായ നിലപാട് താൻ എടുക്കുമെന്നാണ് ഉണ്ണി മുകുന്ദൻ പറഞ്ഞത്.